നമസ്കാരം. നമ്മൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയും പോലെയാണ് ഇന്ന് നമുക്ക് വീണ് കിട്ടിയതാണ് മുനീർ അബ്ദുള്ള കോൺസെപ്റ്റ്. പുള്ളി എത്തിപ്പെട്ടൊരു മേഖല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നമ്മളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വലിയൊരു വില്ല പ്രൊജക്റ്റ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതേപോലെ തന്നെ എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീടിൻ്റെ വർക്ക്, പ്രത്യേകിച്ചും പ്രവാസികൾ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവില്ല. വളരെ കഷ്ടപ്പെട്ട് വലിയ സ്വപ്നമായിരിക്കും ഒരു വീട് എന്ന സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ സമീപിക്കും. അതിലേക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാശ് നഷ്ടപ്പെട്ട ആളുകളും എനിക്കറിയാം. ചിലർ അവരുടെ അവരുടെ ഭാര്യയുടെ ആങ്ങളിനെയോ അല്ലെങ്കിൽ അവരുടെ അമ്മാവനെയോ അനിയന്മാരെയോ ഒക്കെ ആയിരിക്കും ഇതിന് പണിക്കേൽപ്പിക്കുക. അവസാനം അതിൻ്റെ ഹൗസ് വാമിങ്ങിന് ഈ പണിക്കേൽപ്പിച്ച ആൾ പങ്കെടുക്കാറില്ല, അവർ മിണ്ടാറുമില്ല. ഇതാണ് അവസാനം കിട്ടുന്നത്. അത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഈ വർക്ക് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഈ ഡിസൈൻ പോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനൊരു ശാസ്ത്രീയമായുള്ള ചില പരിമിതികൾ കൊണ്ട് ലീക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കിടപ്പ്, വാസ്തു വിഷയങ്ങളുണ്ടാവും, കിണറിൻ്റെ വിഷയങ്ങളുണ്ട്, വഴിയുടെ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ആട് കയറി ചെല്ലുമ്പോൾ തന്നെ വീട് ഒന്നായിട്ട് കാണുന്ന വിഷയമുണ്ട്. അതുപോലെ ചില വീടുകളിൽ അടുക്കളയിൽ നിന്നുള്ള സ്മെല്ല് പോകുക, ഇതൊക്കെ അതിൻ്റെ കിടപ്പും റൂമിൻ്റെ ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ, വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അടുക്കളയിലൊരു മീൻ പൊരിച്ച് കഴിഞ്ഞാൽ ആ വിരുന്നുകാർക്കൊക്കെ അറിയുന്ന എന്താ അടുക്കളയിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും? ഇത് എൻ്റെ ഒരു വിഷയം മാത്രമല്ല, ഒരുപാട് പ്രവാസികളുടെ മാത്രമല്ല, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ജീവിതത്തിലെ അധ്വാനത്തിൻ്റെ വലിയൊരു വിഭാഗം നീക്കി വെച്ച ആളുകൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഇത് നിങ്ങൾക്ക് എന്ത് പരിഹാരം കാണാൻ പറ്റും? ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണോ സാധാരണഗതിയിൽ ആളുകൾ ഫേസ് ചെയ്യുന്നത് എന്ന് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒറ്റ വാക്കിൽ പറഞ്ഞു. നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ പണി ഏൽപ്പിക്കുന്നവരോ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. ഇപ്പോൾ അളിയന്മാരായാലും അമ്മമാരായാലും ഉപ്പായാലും, ഇപ്പോൾ ചിലപ്പോൾ പല വീടുകളിലും ഭാര്യമാരാവും കൈകാര്യം ചെയ്യുക. ഇവരൊക്കെ ഇവരുടെ ഏറ്റവും നല്ല ആത്മാർത്ഥമായിട്ടൊക്കെ തന്നെ ഇവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ ഇവർക്കുള്ള അറിവ് പരിമിതമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിലിവർക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പോലുള്ള സ്ഥലങ്ങളിലെ ഇമേജസും അതിലത്തെ റീലുകളും അതിലത്തെ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയവർ അതല്ലെങ്കിൽ ഈ ഡിസൈനൊക്കെ ചെയ്ത ആളുകളൊന്നും ആ വീടുകളിൽ താമസിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു ആൾക്ക് ഒരു കൺസൾട്ടൻസി ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ, നമ്മൾ 3 രീതിയിൽ നമ്മളതിനെ ചിന്തിക്കണം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭവനം എനിക്ക് വേണ്ടിയാണ് എങ്കിൽ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എനിക്ക് വേണ്ടി വേറെ ഒരാൾ ഡിസൈൻ ചെയ്ത് തരികയാണെങ്കിൽ ഞാനിതിന് പൈസ കൊടുക്കുമെന്നുള്ളതാണ് പിന്നെ ചിന്തിക്കേണ്ടത്. മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസൈൻ ചെയ്ത സ്ഥലത്ത് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ താമസിക്കുമ്പോൾ ഈ താമസിക്കുന്ന ആൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുമോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടുകൾ ആക്ച്വലി ഒരു വീടിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉള്ള പണിയേക്കാൾ കൂടുതലാണ് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക്. ഒരു 60% അവരുടെ ഇൻപുട്ടാണ് ഉണ്ടാവുക. അവർക്കാണ് അറിയുക അവർ എവിടെയാണ് കിടക്കേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, കുട്ടികൾ ഏത് ഭാഗത്താണ് സാധാരണഗതിയിൽ കയറി തല എങ്ങോട്ട് വെക്കണം. ചിലരൊക്കെ അതുണ്ട്, ചിലരൊക്കെ അതൊക്കെ നോക്കിയിട്ട് വടക്കോട്ട് വെക്കാൻ പാടില്ല, തെക്കോട്ട് വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ ആ വീട്ടിൽ അവർക്ക് അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ ചെയ്തു വെച്ച സംവിധാനം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് തല വെച്ചാൽ ചിലപ്പോൾ ഫാനിൻ്റെ കാറ്റൊന്നായിട്ട് അടിച്ചിട്ടുള്ള കാലത്ത് ജലദോഷം മാറാത്ത ആളുകളുണ്ട്. AC അപ്പുറത്തായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ വാതിലിങ്ങ് തുറക്കുമ്പോൾ തന്നെ സ്വിച്ച് ഓൺ ആവുന്ന വീടുണ്ട്. എനിക്കറിയാം,
വാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ വാതിൽ കറക്റ്റ് പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള ഇതിൽ ഒരുപാട് സ്പേസ് നഷ്ടപ്പെടും. വാസ്തു ഫുങ്ഷു അതുപോലത്തെ കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിൽ നോക്കേണ്ടതുണ്ട്, നോക്കുന്നവരുണ്ട്. അതിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ലെവലിൽ കാറ്റ് അതിൻ്റെ അകത്ത് കയറുകയും പുറത്തേക്ക് അത് സഞ്ചാരയോഗ്യമാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. പണ്ടൊക്കെ അതാ പറയാ, വാതിൽ എന്ന് പറഞ്ഞാൽ വാ അതിലല്ലേ, അതിൽ പോതിൽ വെക്കും. കണ്ടൊരു ഓട്ടയൊക്കെ ഇടുന്ന കാണാം ചില വീടിനൊക്കെ. അത് മയ്യടി പല സ്ഥലങ്ങളുണ്ട്. പോതിൽ പോ അതിലെ ഈ കാറ്റ് വന്ന് ഇങ്ങനെ അങ്ങ് പോകാനെന്നൊക്കെ പഴമക്കാരൊക്കെ പറഞ്ഞേക്കാം. അതൊരു ശാസ്ത്രീയ വശം കൂടിയാണ്. ഇതിൽ വരുന്ന നമ്മുടെയൊക്കെ വിശ്വാസങ്ങളും ഇതെല്ലാം തന്നെ കേരളത്തിന്റെ ഒരു കോസ്റ്റൽ ബെൽറ്റിലുള്ള ഒരു സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറുന്നാണ് നമുക്ക് കാറ്റ് വരുന്നത്. അപ്പോൾ ഈ കാറ്റ് അതിനകത്ത് വന്ന് ഇപ്പുറത്തൂടെ ഇറങ്ങി പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയേക്കാൾ കൂടുതൽ ആളുകൾ ഭംഗി നോക്കിയിട്ടാണ് ഇരിക്കുക. ആ ഫോട്ടോയിൽ കാണുന്ന ഭംഗി, അതല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്ത രീതിയിലുള്ള ഭംഗി, ഇത്തരം കാര്യങ്ങളാണ് നോക്കുക. പക്ഷെ അതിനേക്കാളൊക്കെ നിർബന്ധമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം. ലൈറ്റും വേണം, കാറ്റും വെളിച്ചവും. അപ്പോൾ ലൈറ്റ് വരിക എന്ന് പറയുമ്പോൾ ആളുകളിപ്പോൾ ലൈറ്റ് വരാനാണോ വരുത്താണ്ടിരിക്കാനാണോ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിറയെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കാണാം പല സ്ഥലത്തും. ഈ ഗ്ലാസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിനെ എത്രയും പെട്ടെന്ന് ചൂട് ആഗിരണം ചെയ്യാനും എത്രയും പെട്ടെന്ന് തണുപ്പ് എടുക്കാനും ചാൻസ് ഉള്ളൊരു സാധനമാണ് ഈ ഗ്ലാസ്. ഇതൊരു പുതിയ ട്രെൻഡാണ് അത്. ആളുകൾ വീടുകളിൽ ഇപ്പോൾ ഞാൻ കണ്ട പുതിയ വീടുകളൊക്കെ ടഫൻ ഗ്ലാസ് വെച്ചുകൊണ്ട് ചെറിയ ഏരിയ ഒന്നുമല്ല, വലിയൊരു ഏരിയ ടഫൻ ഗ്ലാസ് വെച്ചിട്ട് ഭംഗി കൂട്ടുന്ന. അതിന് വിരോധമല്ല, അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷിയുള്ള. സാമ്പത്തിക ശേഷിൻ്റെ ഒരു ചൂടുള്ളിൽ വരൂലേ? അല്ല, സെൻട്രലൈസ് AC ചെയ്യാൻ പറ്റും. ഈ സമയത്ത് എല്ലാ സമയത്തും AC ഓണാക്കി ഇടാനുള്ള ഒരു സാമ്പത്തിക സംവിധാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് ഞാനൊരു വീടുണ്ടാക്കിയിട്ട് എനിക്കെൻ്റെ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ 24 മണിക്കൂർ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇടാഞ്ഞാൽ ഡൈനിങ് ഹാളിൽ വെച്ച് നീളം കൂടുതലാണ്. ലൈറ്റ് ഇടാഞ്ഞാൽ അതിൽ വെളിച്ചം കാണില്ല. പകൽ വെളിച്ചം നിർബന്ധമായിട്ട് ലൈറ്റ് ഉണ്ട്. അത് 2 ലൈറ്റ് ഉണ്ട്. 13 മീറ്റർ എങ്ങാണ്ട് ലെങ്ത് ഉണ്ടാവും എൻ്റെ വീടിൻ്റെ ഡൈനിങ് ഹാൾ. അപ്പോൾ ഞാനിത് ഫേസ് ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ നല്ല ഭംഗിയുള്ള വീടൊക്കെ ഉണ്ടാക്കും. നമ്മളവിടെ കട്ടിൽ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് അതിൻ്റെ പിന്നിലാവും. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ താഴെ ഇട്ടിട്ട് വേണം അത് ഓണാക്കാനും ഓഫാക്കാനൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ചാർജ് ചെയ്യേണ്ടത് പിന്നെ എല്ലാം നിർബന്ധമാണല്ലോ ഇപ്പോൾ. അതെ. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്രൊവിഷൻ കൊടുക്കാറുണ്ട്. ഒരു വീട്ടിലെ ലിവിങ് റൂമിലും അതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ചാർജിലിടാനുള്ള ഒരു സോക്കറ്റ് നമ്മളവിടെ കൊടുക്കാറുണ്ട്. പലപ്പോഴും വീടിൻ്റെ പുറത്ത് ഇപ്പോൾ കാർ വാഷൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് അങ്ങനെയല്ലല്ലോ, ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി അത് കഴുകലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ. അപ്പോൾ ഇത്തരം ഓരോ ഏരിയയിലും ക്ലയൻറ്റിൻ്റെ നീഡനുസരിച്ച് അവരുമായി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പ്രവാസി നേരിടുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ്ഡ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് പ്രവാസികളുടെ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രയാസം നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ടായാലും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടായാലും ഒക്കെ അവരുടെ വീട് എന്നെ പോലെ വേണം ഒരു സ്വപ്നം. അവിടുത്തെ ലൈറ്റ് ഇങ്ങനെ വേണം, അവിടുത്തെ സ്വിച്ച് ഇങ്ങനെ വേണം, അവിടുത്തെ AC ബട്ടൺ ഇങ്ങനെ വേണം എന്നൊക്കെ അവർ വ്യക്തമായിട്ട് അവരുടെ ആഗ്രഹം ഉണ്ടാകും. ഇതൊക്കെ അവരവിടെ പോയിട്ട് ഒരാളുടെ അടുത്ത് പറയുകയും ചെയ്യും. ഈ പറയുന്ന ആളുകൾക്ക് ഈ മെറ്റീരിയൽ എവിടെയാണ് കിട്ടുക, ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക ഒന്നും അറിയില്ല. അവരുടെ അടുത്ത ആൾക്ക് പറയുമ്പോഴത്തേക്ക് അത് ഉണ്ടാവില്ല. ഇദ്ദേഹം പാവം 1 വർഷം കഴിഞ്ഞിട്ട് ഈ കാശൊക്കെ കൊടുന്ന് കൊടുത്തയച്ചിട്ട് അവിടെ ചെല്ലണ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല. വളരെ റീസെൻ്റ്ലി ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇത് പറയാം. ഇവിടുത്തെ തന്നെ ഒരു ദുബായിൽ ബ്ലോഗ് ചെയ്യുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ അദ്ദേഹം സാമാന്യം നല്ല രീതിയിൽ ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, മുനീർക്ക് വീട് പണി തുടങ്ങി, ഞാൻ ഒരു 4500 സ്ക്വയർ ഫീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അടമോനെ നന്നായിട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഒരു പണി ചെയ്യ്,
മുനീറിന് അതിനെക്കുറിച്ചൊക്കെ അറിയാം, നീ അവന് പ്ലാനൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒഴിവുണ്ടാകുമ്പോൾ പോയാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഈ പ്ലാൻ മേടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും ഇയാൾക്കറിയണില്ല. അപ്പോൾ അഞ്ചൻ മരം മേടിക്കാൻ പോയിട്ടുണ്ട്, എന്ത് മരമാണ് അറിയില്ല, ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം അല്ലാതെ അറിയില്ല, അത് അവിടെ ഉണ്ട്, അത് അയാൾ പറഞ്ഞ്. കോട്ടക്കുന്ന് ഒരാളങ്ങനെ പറഞ്ഞ് ഞാൻ 1.5 ലക്ഷം റുപ്യ അയച്ചു കൊടുത്തു. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് ഞാനൊരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ദുബായിൽ തന്നെ ഒരു ലീഡിങ് അഡ്വക്കേറ്റ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ നാട്ടിൽ കാണിച്ചു വെച്ച് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയെങ്കിലും അയാളെ പച്ചക്ക് പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. 2 കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ ഇവിടെ കണ്ട് ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ സ്വപ്നം നെയ്യുക. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. കേരളത്തിലെ കാലാവസ്ഥ, അതുപോലെ തന്നെ കേരളത്തിൽ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ കണ്ടംപററി അതേപോലെ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പലരോടും പറയാറുണ്ട്, പടച്ചോൻ്റെ രംഗം കൊണ്ട് ഒരു തുള്ളി വെള്ളം പുറത്തു പോവില്ല, എല്ലാ വെള്ളവും വീടിനകത്ത് തന്നെ വരും. ഇപ്പം നമുക്ക് കണ്ടാലറിയാം, കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം നല്ല ഭംഗിയുള്ള വീടുണ്ടാവും. പക്ഷെ ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് പിറ്റത്തെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിൻ്റെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ 3 കോടി 4 കോടി 5 കോടിയൊക്കെ ചിലവാക്കിയിട്ടൊരു വീടുണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുന്നിൽ കാണാം ഒരു 3 അടി നീളത്തിൽ നീട്ടി ഡ്രസ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് മിൽക്ക് വെള്ളം വീണ് ആ വെള്ളം മോനെ ഉമ്മറത്തേക്ക് വരണ്, അല്ലെങ്കിൽ കൊലയമൽക്ക് വരണ്, അപ്പോൾ കുട്ടികൾ ചവിട്ടി കയറണ്. ഇതൊക്കെ ആദ്യം തീരുമാനിക്കണ്ടേ? പിന്നെ 6 മീറ്ററിലും 7 മീറ്ററിലൊക്കെ ഫുൾ ഗ്ലാസ് ചെയ്ത് വെക്കും. മഴയുള്ള സ്ഥലമല്ലേ നമ്മളവിടെ. ഈ മഴ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചില്ലുമിൽക്കൊക്കെ വെള്ളം വരില്ലേ? ദുബായിൽ ഇവിടെ കാണുന്ന പോലെ ഒരു മാസത്തിലൊരിക്കൽ ഇവിടുത്തെ ചില്ലാരെങ്കിലും കഴുകണ പോലെ അവിടെ കഴുകണുണ്ടാ? ഇവിടെ ആളുകൾ തൂങ്ങിക്കിടന്നിട്ട് റോപ്പിൽ തൂങ്ങിക്കിടന്നിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യണുണ്ടാവും. അവിടെ നമ്മളിതൊന്നും സംവിധാനങ്ങളില്ല, നമുക്ക് മെയിൻ്റനൻസിന്. അത് മാത്രമല്ല, പ്രവാസികൾക്ക് വീട് പലപ്പോഴും മാസങ്ങളോളം അടച്ചിടുകയായിരിക്കും ചെയ്യുക. അതെ അതെ. പിന്നെ അതുപോലെ ഓരോ ഏരിയയിലും നമുക്ക് നാസർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങൾക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു റെഗുലർ ഷോ എന്നുള്ള ലെവലിലേക്ക് തന്നെ നമ്മൾ മാറിപ്പോകേണ്ടി വരും. വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും, ഒരുപാട് ദുരനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നല്ല മനോഹരമായ വീടുകളുണ്ടാക്കി മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ ചർച്ച ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.